ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റും വളരെ എളുപ്പവും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റും അപ്പവുമാണ്. ഫസ്റ്റ് പച്ചരി നന്നായി കുതിർക്കാൻ വെക്കുക. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ കുതിർക്കാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ കുറച്ച് ചോറും തേങ്ങ ചിരവിയതും പഞ്ചസാരയും ഏലക്കായും ഇട്ട് നന്നായിട്ട് അരയ്ക്കണം. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമനുസരിച്ചിടാം. ചിലർക്ക് നല്ല മധുരം ആവശ്യമുണ്ടാവും, ചിലർക്ക് മധുരം കുറഞ്ഞ അപ്പാണ് ആവശ്യം ഉണ്ടാവുക. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കുക. ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. രാത്രി തന്നെ എഗ് റോസ്റ്റിക്ക് ആവശ്യമായ തക്കാളി, ഉള്ളി കട്ടാക്കി ഇഞ്ചിയും ചതച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ രാവിലെ വേഗത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. കാലത്ത് ഫ്രിഡ്ജിൽ നിന്ന് അരച്ച് വെച്ച് നോക്കിയിട്ട് നന്നായിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ച പാത്രത്തിൽ എണ്ണ ചൂടായി വന്നപ്പോൾ വലിയ ഉള്ളി കട്ടാക്കിയതും വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഉപ്പും ഇട്ട് ഇളക്കി അടച്ചു വെച്ചു. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അപ്പത്തിനുള്ള മാവും പാർന്ന് അതും അടുപ്പത്ത് വെച്ചു. അപ്പോഴേക്കും ഉള്ളി നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി അടച്ചു വെച്ചു. അപ്പം പൂവിൻ്റെ ആകൃതിയൊക്കെ ആക്കി നോക്കിയിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിക്ക് ശരിയായിട്ടുണ്ട്. അപ്പം വേഗം ചുട്ടെടുത്ത സമയം കൊണ്ട് തക്കാളി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം വെന്ത് ഉടഞ്ഞു തുടങ്ങി. അപ്പോഴേക്ക് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവയെല്ലാം ഇട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പൊക്കെ ചുട്ടെടുത്ത സമയം കൊണ്ട് തന്നെ ഞാൻ എഗ്ഗ് പുഴുങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എഗ്ഗ് ജസ്റ്റ് ഒന്ന് ഒരു റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ, കുറച്ച് എണ്ണയിലിട്ടാണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ പാർന്ന് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് അതിലേക്ക് ഞാൻ എഗ്ഗ് തോല് കളഞ്ഞാണ്ട് അയക്കിയിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുക കേട്ടോ ചെയ്യണത്. അതിൽ തന്നെ ഒന്ന് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് നല്ല കളർ മാറി വരുന്നത് വരെ. ആ സമയം തന്നെ ഉള്ളി റോസ്റ്റ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആ എഗ്ഗും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി എഗ്ഗ് റോസ്റ്റും അപ്പവും നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.